ഈ അവധൂത ഫേസുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സാധാരണപ്പെട്ട ആളുകളോട് സംസാരിക്കാത്തത്? പാടില്ല. അവരെ തലം മാറിപ്പോയി. അവർ ഈ നോർമൽ ലൈഫിലല്ല ശരി. മൂലാധാരത്തിലാണ് ഈ കുണ്ടലിനി ശക്തി ഇരിക്കുന്നത്. അവിടെ നിന്ന് ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ചക്രത്തിൽ വെക്കില്ല, സഹസ്രാരത്തിന് പുറത്തേ വെക്കുക. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ ഇറക്കിക്കോളണം. ഇറക്കി വീടിൻ്റെ ഇതിൽ വെച്ചോളാം. കാരണം നമ്മൾ ഗ്രഹസ്ഥരാണ്. അപ്പം നോർമൽ ഒരു ഇതും തോന്നരുത്. മറ്റുള്ളവർക്ക് നമ്മൾ നോർമൽ ബീയിങ് ആയിട്ട് തന്നെ നിൽക്കണം. തിരിച്ച് നിനക്ക് പോകേണ്ടത് ബ്രഹ്മത്തിലേക്കാണ്, ഭൗതിക ഇതിൽ നിൽക്കരുത്. ഇതൊക്കെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഇതിന് നമ്മൾ മുഴുവൻ ഈ ഭൗതികതയിൽ ഇങ്ങനെ നേടാൻ വേണ്ടി ഇങ്ങനെ ഓടി നടത്തോണ്ടിരിക്കുക. സ്വാമി, എന്താണ് ക്രിയായോഗം? കാരണം ഇന്നും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിയായോഗം കൊണ്ട് രഹസ്യ ശക്തികൾ ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു വരുത്തുന്നുണ്ട്. അപ്പൊ നിലനിൽക്കുന്ന ഒരു ചോദ്യം, എന്താണ് ക്രിയായോഗം? അത് വ്യക്തമായിട്ട് ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. യഥാർത്ഥത്തിൽ എന്താണ് ക്രിയായോഗം? ആക്ച്വലി ക്രിയായോഗയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവാത്മ പരമാത്മ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ഈ ആത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുക. അത് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ക്രിയായോഗ എന്ന് പറയുക. അത് ഓരോ സ്കൂളും ഓരോ തരത്തിലാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് വന്നിട്ട് എൻ്റെ പരമ്പരയിൽ ബാബാജി ഡയറക്റ്റ് തന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റിൽ ബാബാജി ലൈവ് ഉണ്ടെങ്കിൽ മാത്രമേ ദീക്ഷ കൊടുക്കൂ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള അഗ്രിമെന്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കർമ്മ ഷെയറിങ് വരും. നമ്മൾ ദീക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് കർമ്മ ഷെയറിങ് വരും. നിങ്ങളുടെ ബോഡിയും എൻ്റെ ബോഡിയായിട്ട് ഓരോ ലിങ്ക് വരും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈവൻ ഞങ്ങളുടെ സെലക്ഷൻ വരെ നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ ഈ പരമ്പരപ്പെട്ടവർക്ക് മാത്രമേ ദീക്ഷ കൊടുക്കൂ. അപ്പോൾ ഓരോ സ്കൂളിലും ഓരോ ടൈപ്പ് ഓഫ് വേ ആണ്. പക്ഷെ ലക്ഷ്യം എല്ലാവരുടെയും മോക്ഷപ്രാപ്തിയാണ്, മോക്ഷം കിട്ടാന്നുള്ളത്. അപ്പോൾ കൊളോക്കിയലി മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷ എന്നാണ്. അതല്ല മോക്ഷം. അത് കൊളോക്കിയലി യൂസ് ചെയ്യുന്ന വാക്കാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിൽ പോകുന്നതിനെയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. ആക്ച്വലി അത് മൂന്നാമത്തെ ലെയറേ ആവുന്നുള്ളൂ. ഈ 14 ലോകമുണ്ട്. ഭൂമിക്ക് മുകളിൽ 7 താഴെ 7 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മൂന്നാമത്തെ ലെയറേ സ്വർഗം വരുന്നുള്ളൂ. അതിന് മുകളിൽ ഗുരുക്കന്മാരിയ്ക്കുകയാണ്. അപ്പൊ ഈ 7ാമത്തെ ലോകത്ത് എത്തിച്ചെന്നാൽ മാത്രമേ നമുക്ക് പരബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സോളിനെ നമ്മൾ അവിടേക്ക് എത്തിക്കാനായിട്ട് പണ്ട് വന്ന കരിക്കട്ട പോലെ ഇരുന്ന സോള്, ഡയമണ്ട് പോലെ ഇരുന്ന സോള് ഇപ്പൊ നമ്മൾ കരിക്കട്ടയായി ജന്മം എടുത്തെടുത്തെടുത്തെടുത്ത് അതിനെ നമ്മൾ തിരിച്ച് വീണ്ടും റിഫൈൻ ചെയ്ത് നമ്മൾ വീണ്ടും ഡയമണ്ട് ആക്കി മാറ്റാണ്. ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ബ്രഹ്മത്തിലേക്കുള്ള കണക്ഷനായി അങ്ങോട്ടേക്ക് കയറി. അപ്പൊ അതാണ് ജീവസമാധി. ഇപ്പൊ സമാധിയും ജീവസമാധിയും കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. അപ്പൊ ഇതാണ് ജീവസമാധി. ഇപ്പൊ ചിലര് ബുദ്ധന്മാരൊക്കെ വന്നിട്ട് ജസ്റ്റ് അത് കിടക്കോളോ, അവര് ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പ്രയർ ചെയ്യും. അവർ വരും, കിടക്കും, പോയി, ബോഡി പോയി. അത് ജീവസമാധി. ഇതേമാതിരിയാണ് നമ്മളും ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറയണം. നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റണം നമ്മൾ മരിക്കാൻ പോവാന്ന്. ജീവസമാധി ആവുമ്പോൾ മരണം ഇവിടെ പാടെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ഇന്ന സമയത്ത് മരിക്കും നമ്മുടെ ശിഷ്യന്മാരോട് ആരോടെങ്കിലും കൂടെ ഉള്ളവരോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ ഊർജ്ജത്തിനെ ഫുൾ, അതിനൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ 7-8 ഇതുണ്ട്. നമ്മൾ കുണ്ടലിനി ഉണർത്തണം. കുണ്ടലിനി ശക്തിയുടെ പവറിൻ്റെ ആക്ടിവേഷൻ അനുസരിച്ചിട്ടിരിക്കും ഇതാവുക. ആ കുണ്ടലിനി ഉണർത്തി ആദ്യം ചക്ര ഫുൾ ക്ലെൻസ് ചെയ്ത് നാഡി വ്യൂഹങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എനർജി ബോഡി. നമ്മൾ എപ്പോഴും ഫിസിക്കൽ ബോഡീനെ അല്ല ഇരിക്കുന്നത്, എനർജി ബോഡി വെച്ചാൽ കളിക്കുന്നത്. അപ്പോൾ ഈ ചക്രാസ് ഉണ്ട്, നാഡീസ് ഉണ്ട്. ഈ നാഡികളെ മുഴുവൻ ശുദ്ധീകരിച്ച് ക്ലെൻസ് ചെയ്ത്, അത് ഒരു പ്രത്യേകതരം പ്രാണായാമം കൂടെ, ക്രിയായോഗ പ്രാണായാമമുണ്ട്. അതിൽ കൂടെ ചെയ്ത് ക്ലീൻസ് ചെയ്ത് ബോഡി എല്ലാം ശുദ്ധിയായതിനു ശേഷം അതുകൊണ്ടാണ് യമ നിയമം പറയണത്, നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ശുദ്ധീകരിച്ച് നേരെ കുണ്ടലിനി ഉണർത്തും. കുണ്ടലിനി ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി നമ്മുടെ ഇതിനകത്ത് മന്ത്രമില്ല. എനിക്ക് കിട്ടിക്കുന്നത് ഈ 114 ടൈപ്സിൽ ഒരെണ്ണം എനിക്ക് ബാബാജി പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ അത് തുടക്കം തുടങ്ങി സമാധി വരെയുള്ള സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. ധ്യാനത്തിലാണ് കിട്ടിയേക്കണത്. എന്തിനാണ് ഈ ക്രിയായോഗയിൽ ഈ 114 അല്ലെങ്കിൽ 144 ക്രിയകൾ? അത് ഓരോ തലത്തിൽ ഓരോരുത്തർക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 3 പേരുണ്ട്. 3 പേരും 3 തലത്തിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അങ്ങേക്ക് ഏത് തലത്തിൽ നിന്നുകൊണ്ട് അപ്പിലേക്ക് ചാടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ 4 ഇത് പറഞ്ഞത്. നമ്മൾ ഏത് ബുക്ക് വായിച്ചാലും കർമ്മയോഗി, ഭക്തിയോഗി, ജ്ഞാനയോഗി, ധ്യാനയോഗി, ഈ 4 ഫേസിൽ എല്ലാവരും പെടും.
അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ ഇതിനകത്ത് ഏതിലാ പെടണം എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ 3 സ്റ്റേജിലുള്ളവർക്കും അനുഭവം ഉണ്ടാവില്ല. ഫസ്റ്റ് കർമ്മയോഗിയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഒരു ഫിസിക്കൽ ബോഡി കൊണ്ടുള്ള പരിപാടിയായിരിക്കും. നേരെ മറിച്ച് ഭക്തിയോഗത്തിൽ വരുമ്പോൾ അവന്റെ ഇമോഷണൽ തലത്തിലാണ് അവൻ ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലയത്തിൽ അവന് ആനന്ദം കിട്ടണം. അപ്പൊ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോൾ ലയിച്ചു പോവുക. അപ്പൊ അതിലാ ഭ്രമിക്കുക. ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു സുഖം കിട്ടാലേ, അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അത് കഴിയുമ്പോൾ തീർന്നു, ആ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഭക്തി മൂത്താണ് നമ്മൾ ജ്ഞാനത്തിലേക്ക്. അപ്പൊ അവിടെ ഇന്റലക്ട് വർക്ക് ചെയ്യും. ഇവിടെ ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്നേഹമായിരിക്കും, അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലെ. നമ്മള് ഗുരുവായൂർ പോയി നോക്കി, ഗുരുവായൂർ കൃഷ്ണന്റെ അടുത്ത് പോയി തിരിച്ചു വരാൻ തോന്നൂല. അവിടെ ഭയങ്കര ലൈവാണ് അവിടെ. പുള്ളി കൃഷ്ണൻ, കുട്ടി കൃഷ്ണൻ ഇങ്ങനെ ഓടിയെടുക്കല്ലേ അവിടെ. കാര്യം ഒരു അവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണുവിന്റെ ആണെങ്കിലും ഇപ്പൊ കൃഷ്ണന്റെ ഭാവമാണ് ഉള്ളത്, കുട്ടി കൃഷ്ണന്റെ ഭാവമാണ്. അപ്പൊ അവിടെ ഓടിയെടുക്കും പുറത്ത് പുള്ളി കണ്ടവർക്ക് കാണും. അപ്പൊ ആ രൂപത്തിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ കുട്ടിത്തോണം. അപ്പൊ അതിന്റെ ആ സ്നേഹവും ലാളനയും നമുക്ക് ആ കെയറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോരാൻ തോന്നൂല. അതാണ് അവിടുത്തെ പ്രത്യേകത. പക്ഷെ ശൈവം അങ്ങനെയല്ല, വൈരാഗ്യമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ആ സ്നേഹഭാവത്തിൽ നിന്ന് അവിടുന്ന് നമ്മൾ ഭക്തി കൂടി നമ്മൾ അമ്പലവാസിയായിട്ട് മാറും. ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മന്ത്രം ചൊല്ലാൻ തുടങ്ങും. മന്ത്രം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് എവിടുന്ന് വന്നെന്നുള്ളത് ബുക്സ് റെഫർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ദീക്ഷ എടുക്കും. അത് കഴിഞ്ഞ് കുറേ കൂടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഉപനിഷത്തും ആ വലിയ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും. ഇതെന്താ സോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി വേദാന്തത്തിലേക്ക് പോകും. അങ്ങനെ പോയി വരുമ്പോഴാണ് സ്കോളർ ആവണവൻ. അത് മൂത്ത് കഴിയുമ്പോൾ കുറെ വായിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ റിപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എന്ത് ഗീതപാരായണം നടത്താൻ പോകും, അങ്ങനെ പ്രഭാഷണത്തിന് പോകും. അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ആവും. ഇന്റലക്റ്റ് ആണല്ലോ അവൻ യൂസ് ചെയ്യുന്നത്. ഈ 3 ഫേസിൽ അനുഭവം ഇല്ല. നമ്മൾ ബുക്ക് വായിച്ച് എല്ലാം മനസ്സിലായി, ബ്രഹ്മം എന്താന്ന് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശ്രീനാരായണ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തെന്നാണ് ബ്രഹ്മം. നീ എവിടെ നിന്ന് വന്നു? അവർ ഗദ്യ പ്രാർത്ഥനയിൽ സിമ്പിൾ ആയിട്ട് എല്ലാവരും ഇവരുടെ കുടുംബ യൂണിറ്റിന് വായിക്കുന്ന സാധനമാണ്. നീ എവിടെ നിന്ന് വന്നു, നീ എവിടേക്ക് പോകുന്നു, എന്താണ് നിന്റെ ലക്ഷ്യം, ഇതെല്ലാം ഗദ്യ പ്രാർത്ഥന പറയുന്നുണ്ട് സിമ്പിൾ വേയില്. നീ ആത്മാവാകുന്നു, നീ ബ്രഹ്മത്തിൽ നിന്ന് വന്നു, തിരിച്ച് നിനക്ക് പോകേണ്ടത് ബ്രഹ്മത്തിലേക്കാണ്, ഭൗതിക ഇതിൽ നിൽക്കരുത്, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഇതിന് നമ്മൾ മുഴുവൻ ഈ ഭൗതികതയിൽ ഇങ്ങനെ നേടാൻ വേണ്ടി ഇങ്ങനെ ഓടി നടത്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ മൂത്ത് നമ്മളിപ്പോ സ്കോളറായി. പക്ഷെ ഇതില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ധ്യാനത്തിലേക്ക് പോവുക. ധ്യാനത്തിന്റെ പാട്ടിലേക്ക് വരുമ്പോ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കാണാൻ തുടങ്ങും. അപ്പോഴാണ് റിയാലിറ്റി മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ ശരിക്കും ഒരു മായയിലാണ്. ശരിക്കും ഈ പ്രപഞ്ചം തന്നെ മൊത്തം മായയാണ്. കാരണം എല്ലാം ഏത് സമയമായാലും പരിഷ്ഠിതു പോവാം, നശിച്ചു പോവാം. പക്ഷെ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ക്രിയായോഗം ഓരോരുത്തരും ദീക്ഷ കൊടുക്കുമ്പോൾ അവർ പറയും ഇത്ര സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇത് കഴിയും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഇന്ന ദീക്ഷ വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ദീക്ഷ തരും. അപ്പൊ ഓരോ ദീക്ഷയിലും ഓരോ പണപ്പിരിവുകളുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് നമ്മുടെ 5 പൈസ നമ്മൾ മേടിക്കാണ്ട് കൊടുക്കുന്നത് ഫ്രീ ദീക്ഷയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ യോഗിക് പരമ്പരയിൽ ഫസ്റ്റ് കണ്ണിയ നമ്മൾ ബാബാജിയുടെ ഡയറക്റ്റ് ശിഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ബാബാജി പറഞ്ഞിട്ടുണ്ട് 5 പൈസ മേടിക്കാൻ പാടില്ല, ദീക്ഷാ സമ്പ്രദായം. പക്ഷെ ഇവർക്കും ജീവിക്കണ്ടേ, അവരെല്ലാവരും ഫാമിലി ആയിട്ട് ജീവിക്കണ. നമ്മൾ ക്രിയായോഗം കൊടുക്കുന്നത് ഈ കാലഘട്ടത്തില് ആർക്കാണ്? കുടുംബസ്ഥർക്ക്, അഗ്രഹസ്ഥർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവരും ഗ്രഹസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കും ജീവിക്കണ്ടേ അവരുടെ ഫാമിലിയിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം മേടിക്കാം. പക്ഷെ എൻ്റെ പാടില്ല. അല്ല, ഈ ഇങ്ങനെ അങ്ങ് പറഞ്ഞു ഒറ്റ സ്റ്റെപ്പ് മതി, അല്ലെങ്കിൽ ഒറ്റ ക്രിയ മതി എന്ന് പറഞ്ഞു. ഒറ്റ സ്റ്റെപ്പ് അല്ല ക്രിയയിൽ ഇങ്ങനെ പല സ്റ്റെപ്സ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചോണ്ട് ഇപ്പൊ വന്നിച്ച് മിൽവൻ കഴിയുമ്പോൾ തൊടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. അതാണ് കോസ്മിക് എനർജിയുടെ എനർജി. അപ്പൊ ആദ്യം നമ്മൾ DC വോൾട്ടി ബാറ്ററി പിടിപ്പിച്ച് കൊടുക്കും. അപ്പൊ ഈ 144 ക്രിയകളും അതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഒരു സിസ്റ്റത്തിൽ പല ലെവലുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി ആദ്യം വയബിൾ ആക്കും. ഫസ്റ്റ് നമ്മൾ പ്രാണായാമം കൊടുത്തിട്ട് ചക്ര ക്ലെൻസിങ് ചെയ്തിട്ട് നാഡിശുദ്ധി ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ പാസ്റ്റ് 7 ജന്മാസിലെ കർമ്മങ്ങൾ തീർക്കും. പാസ്റ്റ് 7 ജന്മാസിലെ ഇത് കൂടാണ്ട് നിങ്ങളുടെ അച്ഛന്റെ വീട്ടില്, അമ്മ വീട്ടില് ഉള്ള എല്ലാ മരിച്ചുപോയ ആൾക്കാരെയും റീബർത്ത് എടുപ്പിക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളാണ് ഒരു ത്രാണി. അവർക്ക് നിങ്ങളെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങളോട് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ, വേറെ ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അവര് നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ എനർജി ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും.
അപ്പൊ ഒരുമാതിരി വീട്ടില് ദുർമരണം കൂടുതലുണ്ടെങ്കിൽ കഷ്ടപ്പാടാണ്. നേരെ മറിച്ച് വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇതിന് മുമ്പ് സന്യാസത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എളുപ്പമാണ് രക്ഷപ്പെടാനായിട്ട്. കാരണം അവർക്ക് ഇനിയും എന്റെ 7 ജന്മം മാത്രം നോക്കിയാൽ മതി, വീട്ടിലെല്ലാം തീർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് അതല്ലേ, എല്ലാ മനയിലും ഒരാള് ഭക്തിയിലുണ്ടാവും ഇല്ലേ? അപ്പൊ അവന്റെ തലയിലാണ് എല്ലാ സാധനവും എടുത്തി വന്ന് വീഴുന്നത്. മറ്റുള്ളവരെല്ലാവരും രക്ഷപ്പെടാണ്. അവ വിചാരിക്കണം അവരുടെ കഴിവ് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അല്ല, ഇതിനെ മന്ദബുദ്ധി എന്ന് വിളിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പണിക്ക് പോണില്ലല്ലോ, ആകെ ആ അമ്പലം നോക്കി അമ്പലവാസിയായിട്ട് നടക്കും. പക്ഷെ അവനാണ് ആ വീടിന്റെ തൂണ്. എല്ലാ കർമ്മങ്ങളും എല്ലാ ഏറ്റെടുക്കാണ് അവന്റെ കുടുംബത്തിലുള്ള. അതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിൽ നിന്നും അങ്ങനെ ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛന് ഇവന്റെ കുടുംബത്തിൽ എല്ലാം സെറ്റ് ആവണം. ഫുൾ സെറ്റായി കഴിയുമ്പോ പിന്നെ ഇവന് അടുത്ത ലെയറിലേക്ക് പോകാൻ പറ്റും. അത് ഇവൻ പ്രയത്നിക്കണം. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കുട്ടികളെ 2nd സ്റ്റേജും 3rd സ്റ്റേജും ചിലവർക്ക് കഷ്ടപ്പാടാ. കാരണം ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ജന്മം ഉണ്ടാകരുതെന്നാണല്ലോ നമ്മൾ വിധിക്കുന്നത്. അപ്പൊ ഇനി എത്രയോ ജന്മം എടുത്ത് തീരേണ്ട കർമ്മങ്ങളാണ് നമ്മൾ ഒറ്റയടിക്ക് കട്ട് ഷോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കട്ട് ഷോട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അനുഭവിച്ചു തീർക്കണ്ടേ? മുൻജന്മത്തിൽ ചെയ്ത പാവങ്ങൾ തീരണ്ടേ? അപ്പൊ അത് തീർക്കാൻ വേണ്ടി നമുക്ക് അനുഭവങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രശ്നം വീട്ടിൽ വരുള്ളൂ. ഇത് തന്നെയാണോ യഥാർത്ഥ ക്രിയായോഗ? ഇതാണ് ബാബാജി എനിക്കെന്ന് പറഞ്ഞത് ക്രിയായോഗ. ഹിമാലയൻ യോഗീസിന്റെ ബാബാജി ഡയറക്റ്റ് എനിക്ക് തന്ന ക്രിയായോഗ ഇതാണ്. ബാക്കി ഓരോ സ്കൂളിലും ഓരോ സെറ്റപ്പാ, വൈബ് വ്യത്യാസ. എല്ലാവരും വൈബ് വ്യത്യാസമുണ്ട്. ഒരാളും ഒരേ ലൈനിലല്ല പോകണം. നമ്മൾ ആദ്യമേ ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നു, അതായത് പ്രാണായാമങ്ങൾ കൃത്യമാക്കി ശ്വാസോച്ഛ്വാസം കൃത്യമാക്കുന്നു. അതിനുശേഷം ഈ ചക്രങ്ങൾ ക്ലെൻസ് ചെയ്ത് പിന്നീട് അത് പ്രാണായാമക്കൂടെ, മറ്റേ ഇതിൽ കൂടെ അല്ല, മന്ത്രത്തിൽ കൂടെ അല്ല. പല സ്കൂളിലും മന്ത്രത്തിൽ കൂടെ ചെയ്യുന്നത്. കളർ എനർജി ഉപയോഗിക്കുന്നുണ്ട് ചില സ്കൂളിൽ. നമ്മുടെ ഇതിനകത്ത് അതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പ്രാണായാമയെ കൂടെ തന്നെ എല്ലാ ചക്ര ക്ലീൻസ് ചെയ്യും. ആ പ്രാണായാമയെ കൂടെ തന്നെ, പ്രാണായാമം എന്ന് ഉദ്ദേശിക്കുന്നത് ഊർജത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സോളിന്റെ എനർജീനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മള് ശ്വാസം എടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു, പിന്നീട് അതേ ഇത് തന്നെ താഴെ വീണ്ടും താഴേക്ക് കൊണ്ടുവരും. അത് തന്നെയാണ് നമ്മൾ ഊർജ്ജതലത്തിൽ. അല്ലാണ്ട് നമ്മൾ ഈ ലങ്സ് എക്സ്പാൻഡ് ചെയ്യലല്ല, അനുലോമ വിലോമം അല്ല, സാധാ ചെയ്യുന്ന മാതിരി വിനോലോമം അല്ല. ഇത് ഓക്സിജനോട്ട് നമ്മൾ ശരിക്കും നമ്മുടെ പ്രാണായാമം എടുക്കുമ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കയറി ഇറങ്ങണം വളരെ മൈൽഡായിട്ട് ഉണ്ടാവുള്ളൂ. ഇത് വീണ്ടും റിപ്പീറ്റഡ് ആകുമ്പോൾ ചെയ്ത് ചെയ്ത് കർമ്മം കത്തിത്തീരും, അയാൾ സെറ്റാവും. അത് ജീവിതകാലം മുഴുവൻ ഈ പ്രാണായാമം കണ്ടിന്യൂ ചെയ്തോ ഒരു ക്രിയായോഗിയിലേക്ക് അയാൾ നീങ്ങും പതുക്കെ. അത് വരണമെന്നുണ്ടെങ്കിൽ കുണ്ടലിനി ഉണർത്തണം. ഇത് കഴിഞ്ഞവൻ നമ്മൾ നേരെ നമ്മൾ തൊടുവൊന്നുമില്ല, നേരെ നമ്മുടെ ഉറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദൃഷ്ടിയിൽ നമുക്ക് ഉണർത്താവുന്നുള്ളൂ കുണ്ടലിനി. അപ്പൊ അങ്ങനെ അവരെ കൊണ്ട് കുണ്ടലിനി ഉണർത്തിപ്പിക്കും. കുണ്ടലിനി ഉണർത്തിപ്പിച്ചിട്ട് ഈ സഹസ്രാരത്തിന് പുറത്തു നിർത്തും. എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടലിനി ഓരോ ചക്ര ബൈ സ്റ്റേജ് ആയിട്ട് പോവുക. നമുക്ക് അങ്ങനെ ഒരു സംഭവമില്ല. കാരണം ഇത് ഡയറക്റ്റ് പരമ്പര ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത മൂലാധാരത്തിലാണ് ഈ കുണ്ടലിനി ശക്തി ഇരിക്കുന്നത്. അവിടെ നിന്ന് ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ചക്രത്തിൽ വെക്കില്ല, സഹസ്രാരത്തിന് പുറത്തേ വെക്കുള്ളൂ. ഒരിക്കലും അവരെ ഇൻ ബിറ്റ്വീൻ വെക്കാൻ സമ്മതിക്കില്ല. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ ഇറക്കിക്കൊള്ളണം, ഇറക്കി വീണ്ടും ഇതിൽ വെച്ചോളാം. കാരണം നമ്മൾ ഗ്രഹസ്ഥരാണ്. അപ്പൊ നോർമൽ ഒരു ഇതും തോന്നരുത് മറ്റുള്ളവർക്ക്. നമ്മൾ നോർമൽ ബീയിങ് ആയിട്ട് തന്നെ നിൽക്കണം. ഇത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം കൂടും, ഇറക്കിയില്ലെങ്കിൽ ദേഷ്യം കൂടും, റിയാക്ഷൻ കൂടും, ഡബിൾ ആവും. അപ്പൊ അതുകൊണ്ട് അത് ഇറക്കിയിട്ട് മെഡിറ്റേഷനിൽ നിന്ന് എഴുന്നേക്കാവുന്ന നമ്മൾ റൂൾ കൊടുക്കുന്നുണ്ട് അവർ. ഈ കുണ്ടലിനി ഇങ്ങനെ മൂലാധാരത്ത് നിന്ന് പല സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പല സന്യാസിമാർക്കും ഈ ലൈംഗിക ഉത്തേജനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ ഇത് ഉണർത്തും. ഇത് തിരിച്ചിറക്കുമ്പോ നമ്മൾ അവിടെ മൂലാധാരത്തിൽ എത്തി എന്നുള്ളൊരു കൺഫർമേഷൻ വന്നു. അത് സ്വാധിഷ്ഠാനത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് എനർജി എക്സസ് ആവും. അത് എത്തി എന്ന് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാൻ കഴിയും? നമ്മൾ കേറിയ നട്ടലിൽ കൂടെ ഈ സാധനം കയറി ഇറങ്ങണം, നമുക്ക് ശരിക്കും മനസ്സിലാവും ഏത് പൊസിഷൻ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ കുണ്ടലിനി ഉണർത്താണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ബോഡിയിൽ ഏത് പൊസിഷനിൽ ഇരിക്കണമെന്ന് എനിക്ക് ഇവിടെ ഇരുന്നാൽ മനസ്സിലാവും. അത് അവരെ കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവരെ കൊണ്ട് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇത് ഉയർത്തുമ്പോൾ തന്നെ കയറ്റാനും ഇറക്കാനും നമ്മൾ പഠിപ്പിക്കുക അവരെ കൊണ്ട്. അപ്പൊ അങ്ങനെ അവരെ കൊണ്ട് റിലൈസ് ചെയ്യിപ്പിച്ചതിന് ശേഷം വീട്ടിൽ പോയി അവർ ചെയ്യിപ്പിക്കുള്ളൂ.
വൺസ് ചെയ്ത് ഇതായി കഴിഞ്ഞ് കയറി എല്ലാവർക്കും കയറക്റ്റ് ഇത് തന്നെ കയറിപ്പോകും. ചിലർ ഭയങ്കരമായിട്ട് ഇത് മന്ത്രം ചൊല്ലി 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 ഇതറിയാണ്ട് കയറിപ്പോകും. അങ്ങനെയുള്ളവരാണ് ചിലർ വട്ടുപിടിച്ച് കിടക്കുന്നത്. ഇത് റോട്ടിൽ കൂടെ ചില അമ്പലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, പല പുറത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തൊപ്പിയമ്മയെ പോലെ അങ്ങനെയുള്ളവരാണോ? അല്ല, കുണ്ടലിനി ഇപ്പൊ എല്ലാം മിക്കവർക്കും ഉണർത്താം എന്ന് വെച്ചാൽ ആ ഫേസിലെത്തില്ല. അത് വന്നിട്ട് അവധൂത ഫേസാണ് തൊപ്പിയമ്മയുടെ. തൊപ്പിയമ്മയുടെ ആക്ച്വലി ഇപ്പൊ എല്ലാവരും അതിനെ കളിയാക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയുള്ളവർ നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. തൊപ്പിയമ്മ അവധൂത ഫേസാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊപ്പിയമ്മ ഒരു ചായ കുടിച്ചിട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിച്ച ആളുകൾ എടുത്ത് കുടിക്കും. നമുക്ക് വൃത്തികേടായിട്ട് തോന്നും. അതെ. അതേമാതിരി എറണാകുളത്തുണ്ട് ഒരു പണ്ടുണ്ടായിരുന്നു അവിടെ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഒരാള്. കാലുമ നിറച്ചും ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് കിട്ടും. കിട്ടുന്ന പ്ലാസ്റ്റിക് ഒക്കെ പുള്ളി കിട്ടും, കാലുമ കിട്ടി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഓടെ കൂടെ ഒക്കെ നടക്കും. എന്നിട്ട് ചിലവർക്ക് പുള്ളി ഓടേന്ന് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട് കുടിക്കാൻ പറഞ്ഞു വെച്ചു. കുടിച്ചോളം പറയും. പക്ഷെ അതൊക്കെ പ്രോസസ്സാ. ഞങ്ങളോട് മൂക്ക് ചീറ്റി ഞങ്ങൾ ഒരിക്കൽ ചെന്നപ്പോ പുള്ളി ഒരു പേപ്പർ എടുത്ത് വെച്ചും മൂക്ക് ഫുൾ ചീറ്റ് വെച്ചും അത് പേപ്പറിൽ വെച്ച് മടക്കി ഇത് ചെയ്തത് അവിടെ വെച്ച്. നമുക്കൊന്നില്ല. പുള്ളിനെ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടാ വലിയ പാടാ. അന്ന് ഞങ്ങള് എറണാകുളത്ത് ചെന്നിട്ട് ഇതെവിടെ പുള്ളി രാവിലെ നടക്കാറുണ്ട്. ഈ വക്കീലിന്റെ വീട്ടിലെ താമസം, പക്ഷെ എന്നാലും പുള്ളി നടക്കാറുണ്ട്. നമ്മൾ ഈ വഴിക്ക് ചെല്ലുമ്പോ പുള്ളി ആ വഴിക്ക് പോകും. കാരണം നമ്മൾ ഈ എനർജി സെൻസ് ചെയ്തിട്ടാ പോണതേ. കാരണം ആളിവിടെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം വേറെ ട്രാക്ക് എടുക്കും. ഇത് കഴിഞ്ഞാൽ അവിടെ ചെല്ലും വേറെ ട്രാക്ക്. അങ്ങനെ കുറെ കറക്കി അവസാനം നമ്മുടെ മുമ്പിൽ തന്നെ പെട്ടു. ആള് വന്നു അങ്ങനെ അവിടെ പുള്ളി അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഈ അവധൂത ഫേസുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സാധാരണപ്പെട്ട ആളുകളോട് സംസാരിക്കാത്തത്? പാടില്ല. അവരെ തലം മാറിപ്പോയി. അവർ ഈ നോർമൽ ലൈഫിലല്ല ശരിക്കും. അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ഒരു സെൻസും ഇല്ല. നിങ്ങളിപ്പോ എന്ത് കൊടുത്താലും അതുങ്ങൾ വിഷം കൊടുത്താലും അതുങ്ങൾ തിന്നും. മീൻസ് അവർക്ക് ഒന്നും സംഭവിക്കൂല. കാരണം അവരെ എല്ലാ തലവും വിട്ട അവസ്ഥയാണത്. എന്ന് പറഞ്ഞാൽ ദേവീ ദേവന്മാരുടെ അവസ്ഥേന് തൊട്ട് താഴെയുള്ള അവസ്ഥയാണ് അവർ. ആ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ചില സമയം അടുത്ത് ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാ. ഓറ വൈബ്രേഷൻ വരും. അകലേന്ന് വരുമ്പോൾ തന്നെ നമുക്ക് സെൻസ് ചെയ്യും. പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടുപോണതിൻ്റെ കാരണം അതാണ്. കാരണം ഭയങ്കര നെഗറ്റിവിറ്റിയാ ഈ കലിയുഗമായതുകൊണ്ട് മിക്കവരിലും. ഈ നെഗറ്റിവിറ്റി നമ്മൾക്ക് ഒരു വൈബ് കിട്ടണ്ടേ നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ. നെഗറ്റിവിറ്റി സെൻസ് ചെയ്യുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. സെൻസിങ് കൂടുതലായി. നമ്മുടെ ബോഡി ഹൈലി സെൻസിറ്റീവാക്കി വെച്ചേക്കാണല്ലോ. എല്ലാ ചക്രവും ഓപ്പൺ ആണ്. അപ്പൊ അതുകൊണ്ട് ആരെന്ത് വന്നാലും അപ്പൊ സെൻസ് ചെയ്യും. കൂടുതൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ജസ്റ്റ് എന്തെങ്കിലും കാര്യം നെഗറ്റീവ് സംസാരിച്ചാൽ മതി, അപ്പൊ തന്നെ എനർജി അവിടെ വരും. അപ്പൊ അത് മേത്തേറും, ഓറേ കയറും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ അതാണ് ഇവിടുന്ന് വിട്ട് പോണത്. പണ്ടൊക്കെ കാട്ടിലേക്ക് പോവാന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട് വിട്ട് ഉപേക്ഷിച്ചു പോകുന്നത്. ഇതൊക്കെ ഇത് രഹസ്യതാണ്. അവർക്ക് ഇറിറ്റേഷൻ വരും. നിങ്ങൾ വരുമ്പോഴേക്ക് ഇറിറ്റേഷനാണ്. ഇപ്പൊ നമ്മൾ കുംഭമേള ചെല്ലുമ്പോഴും യഥാർത്ഥ സന്യാസിനെ കിട്ടാനായിട്ട് പാടാ. അല്ലാതെ കുറെ പേരൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ, ഫ്രണ്ടിലൊക്കെ ഇരിപ്പുണ്ട് കുറെ പേരൊക്കെ. അവരൊന്നും റിയൽ അല്ല. മീൻസ് ആ ഒരു ഫുൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ല അവർ. കൂടുതലും പവർഫുൾ ആയ ആൾക്കാർ ലോങ്ങിനെ സെൻസ് ചെയ്യും നമ്മളെ. അവർക്ക് നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ അടുപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ അവരും മാറും, അല്ലെങ്കിൽ നിങ്ങളെ വഴി മാറ്റി വിടും. പിന്നീടുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മഹാവതാർ ബാബാജി എന്തുകൊണ്ടാണ് മരിക്കാത്തത്? അതായത് ഈ ക്രിയായോഗ എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് മഹാവതാർ ബാബാജി എന്നൊരു പ്രതിരൂപം നമ്മൾ ആലോചിക്കുകയാണ്. ദൈവമേ, അങ്ങനെയൊന്നും പറയാം. അല്ല, അങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു ഏറ്റവും ടോപ്പ് ഫേസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളിപ്പോ പോയി കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ അടുത്ത ആഴ്ചയിൽ നമ്മൾ മെറ്റീരിയൽ ഇന്നത്തെ കാലത്ത് എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം ഒരിക്കലും അങ്ങനെ സെല്ല് ചെയ്യാനല്ല ഈ ദീക്ഷ എല്ലാവരോടും കൊടുക്കാൻ പറഞ്ഞത്. 5 പൈസ നമ്മൾ മേടിക്കാണ്ടല്ലേ ദീക്ഷ കൊടുക്കുന്നത്. അപ്പൊ എന്നോട് പൈസ കൊടുക്കാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ പൈസ മേടിക്കുന്നില്ല, മേടിക്കാൻ സമ്മതിക്കില്ല. ശരിക്കും യഥാർത്ഥ ഇതില് ശരിക്കും ദീക്ഷാ സമ്പ്രദായത്തില് ഭക്തിയിൽ വരുമ്പോഴാണ് ഈ ദക്ഷിണ രൂപേണ വരുന്നത്. വൈദിക രീതിയിലാണ് ദക്ഷിണ വേണ്ടത്. കാരണം കർമ്മം ചെയ്യുന്നു, അവിടെ ദക്ഷിണ മേടിക്കാം. ഹിമാലയൻ യോഗിക് ലെവലിൽ അങ്ങനെ ദക്ഷിണയൊന്നുമില്ല. അവർക്ക് എന്തിനാ പൈസ? അവരിത് കഴിഞ്ഞിപ്പോ കുംഭമേളയിൽ ദീക്ഷ കൊടുക്കുന്നുണ്ട്. ദീക്ഷ കഴിഞ്ഞ് ഇവരങ്ങോട്ട് പോവല്ലേ.
അവരവരുടെ സ്ഥലത്തേക്ക് പോകണം. അവിടെ ഈ മഞ്ഞുരുകി നടക്കണോടത്ത് എന്തൊന്ന് പൈസക്ക് എന്ത് കാര്യം? എല്ലാ കാര്യവും ഉണ്ടോ? 5 പൈസ കിട്ടിയാൽ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? ഈ ഐസ് ഉരുകി ഇങ്ങനെ കിടക്കുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? അവർക്ക് പൈസക്ക് ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ വേണ്ടേ? ഇപ്പൊ എനിക്കിപ്പോ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എന്റെ സൈഡ് ബൈ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഞാൻ എന്റെ പൈസ വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും പോകുന്നു, കുട്ടികൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നു. പക്ഷെ എനിക്ക് വരുമാനമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ഇവിടെ തിരുവനന്തപുരം വരെ പോകും? നമുക്ക് 5 സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ കാസർഗോഡും പോകണം, കാഞ്ഞങ്ങാടും പോകണം, തിരുവനന്തപുരം പോകണം, ഈ 2 സൈഡിലേക്ക്, ഈ അറ്റത്തേക്ക്. അപ്പൊ എങ്ങനെ പോകും? ട്രെയിനിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് തരുമോ? ഇല്ല. അപ്പൊ അതിന് പൈസ വേണ്ടേ? പക്ഷെ എനിക്ക് പ്രൊഫഷണലി ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ. പക്ഷെ ബാബാജി അറിഞ്ഞാണ് വേണ്ടെന്നും പറഞ്ഞേക്കണേ. കാരണം ബാബാജി മരിക്കാത്തതിന്റെ ഒരു രഹസ്യം എന്താണ്?